നമസ്കാരം. പഞ്ചവത്സര പദ്ധതികൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ടു 56. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1951 ഏപ്രിൽ 1-നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ (UGC) ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ (UGC) ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജ്. 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി KN രാജ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക രണ്ടാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതി. സാമൂഹിക വികസന പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാമൂഹിക വികസന പദ്ധതി, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. സാമൂഹിക വികസന പദ്ധതി 1952 ഒക്ടോബർ 2-നാണ് ആരംഭിച്ചത്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണ വികസനമായിരുന്നു ലക്ഷ്യം. ഒന്നാം പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 2.1%, കൈവരിച്ചത് 3.6%. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്ന മേഖലകൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി 1952. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 ടു 61. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1955 കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു. 1956 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. 1956 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക. രണ്ടാം പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, പശ്ചിമ ബംഗാൾ ബ്രിട്ടീഷ് സഹായത്തോടെ, ഭിലായ്, ഛത്തീസ്ഗഡ് റഷ്യൻ സഹായം, റൂർക്കേല, ഒഡീഷ ജർമ്മൻ സഹായം എന്നിവ സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാം പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ, റൂർക്കേല, ഭിലായ് എന്നിവ സ്ഥാപിക്കപ്പെട്ടത്.
ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടീഷ് സഹായത്തിലാണ് ചെയ്തത്. ഭിലായി ഛത്തീസ്ഗഡ് റഷ്യൻ സഹായം. റൂർക്കേല ഒഡീഷ ജർമ്മൻ സഹായം. രണ്ടാം പദ്ധതി 4.27% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ലക്ഷ്യം വെച്ചത് 4.5 വളർച്ചാ നിരക്കാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ഗ്രീൻ റെവല്യൂഷൻ ഫോക്കസ് ചെയ്തേക്കുന്നത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഹരിത വിപ്ലവം ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. വൈറ്റ് റെവല്യൂഷൻ ഡയറി ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. വെള്ള വിപ്ലവം ഡയറി ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. യെല്ലോ റെവല്യൂഷൻ ഓയിൽ സീഡ് പ്രൊഡക്ഷൻ. ബ്ലൂ റെവല്യൂഷൻ ഫിഷറീസ്. ബ്ലൂ റെവല്യൂഷൻ വരുന്നത് ഫിഷറീസ്. ഗോൾഡൻ റെവല്യൂഷൻ ഹോർട്ടിക്കൾച്ചർ. പിങ്ക് റെവല്യൂഷൻ ഒനിയൻ ആൻഡ് മീറ്റ്. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്ന പദ്ധതി 2.4% വളർച്ച നേടാനേ കഴിഞ്ഞുള്ളൂ. നാലാം പഞ്ചവത്സര പദ്ധതി 1969-74. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6% വളർച്ച ലക്ഷ്യമിട്ടിരുന്നു. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി. ഇൻഡോ പാക് യുദ്ധം 1979 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. ഇന്ത്യ പാക് യുദ്ധം 1971 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. 3% വളർച്ച കൈവരിക്കാനേ ഈ പദ്ധതിക്കായുള്ളൂ. ലക്ഷ്യം 5.6 ആയിരുന്നു. അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-79. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി 1974-75 ആരംഭിച്ചു. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചു. മൊറാർജി ദേശായി ഗവൺമെൻറ് 1978 ഒരു വർഷം മുൻപേ അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു. മൊറാർജി ദേശായി ഗവൺമെൻറ് ഒരു വർഷം മുൻപേ അഞ്ചാം പദ്ധതി അവസാനിപ്പിച്ചു. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗരീബി ഹട്ടാവോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റവും അഞ്ചാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സമായി. 5.1% ഈ പദ്ധതിയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക്. ആറാം പഞ്ചവത്സര പദ്ധതി 1980-85. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആറാം പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യമായിരുന്നു. കാർഷിക വ്യവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നത് ഉപലക്ഷ്യമായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ആറാം പദ്ധതിയുടെ ലക്ഷ്യം. RLEGP, IRDP, NREP എന്നീ വികസന പദ്ധതികൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്.
ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയുള്ള WCRA ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചത് 6ാം പദ്ധതി കാലത്താണ്. DWCRA പദ്ധതി ആരംഭിച്ചത് 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഈ പദ്ധതി ദേശീയ വരുമാനത്തിൽ 5.4% വാർഷിക വളർച്ച നേടി. 7ാം പഞ്ചവത്സര പദ്ധതി 1985-90 തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധന, ആധുനികവത്കരണം, സ്വയം പര്യാപ്തത, സാമൂഹ്യ നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഉള്ള പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ഭക്ഷ്യധാന്യ ഉൽപ്പാദന വർധന, ആധുനികവത്കരണം, സ്വയം പര്യാപ്തത, സാമൂഹിക നീതി തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ വൻ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡയാണ്. വാർത്താവിനിമയ രംഗത്ത് പുരോഗതിക്ക് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്ന സാം പിത്രോഡയാണ്. ഈ പദ്ധതി 6.1% വാർഷിക വളർച്ച നേടി. കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതികളായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി 1992-97. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷ്യ വികസനമായിരുന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികാസമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1995. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995. വ്യവസായങ്ങളുടെ ആധുനികവത്കരണമായിരുന്നു 8ാം പദ്ധതിയുടെ ലക്ഷ്യം. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കരണം, ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പദ്ധതി ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കാണ്. എന്നാൽ 6.8% വളർച്ച കൈവരിക്കാൻ സാധിച്ചു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നിലവിൽ വന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നിലവിൽ വന്നു. പഞ്ചായത്ത് രാജ് നിലവിൽ വന്നു. 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിലവിൽ വന്നു. 9ാം പഞ്ചവത്സര പദ്ധതി 1997-2002. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതി സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, ഗ്രാമങ്ങളെ മുഖ്യധാരവുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 9ാം പദ്ധതി പ്രാധാന്യം നൽകി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. രണ്ടാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടപ്പിലാക്കിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രണ്ടാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടത്തിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്.
കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ലക്ഷ്യമിട്ടത് 6.5% വളർച്ചാ നിരക്കാണ്. എന്നാൽ നേടിയത് 5.4% വളർച്ചാ നിരക്കാണ്. 10ാം പഞ്ചവത്സര പദ്ധതി 2002-2007 വിദേശ മൂലധന നിക്ഷേപം $750 കോടി ഉയർത്താനും 5 വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ 78,000 കോടി രൂപ സമാഹരിക്കാനും പദ്ധതി ഉദ്ദേശിച്ചു. വിദേശ മൂലധന നിക്ഷേപം $750 കോടി ഉയർത്താനും 5 വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിലൂടെ 78,000 കോടി രൂപ സമാഹരിക്കാനും പദ്ധതി ഉദ്ദേശിച്ചു. സാക്ഷരത 75 ഉയർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 10 വർഷം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക എന്നിവ 10ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ലക്ഷ്യമിട്ടത് 8.1% വളർച്ചാ നിരക്കാണ്. എന്നാൽ നേടിയത് 7.7% വളർച്ചാ നിരക്കാണ്. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ആയിരുന്നു. ഈ വളർച്ചാ നിരക്കിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്ക്, ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജ് കൃഷ്ണ. 11ാം പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. 11ാം പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ദാരിദ്ര്യം 10% കുറയ്ക്കുക, 7 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ദാരിദ്ര്യം 10% കുറയ്ക്കുക, 7 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. 1000-ന് മേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ 1000-ന് മേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ, കാർഷിക മേഖലയിൽ 4% വളർച്ചാ നിരക്ക്, എല്ലാവർക്കും ശുദ്ധജലം, ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് 9% വർദ്ധിപ്പിക്കുക, മാതൃമരണ നിരക്ക് 100-ന് 1 കുറയ്ക്കുക എന്നിവ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വനമേഖല 5% വർദ്ധിച്ചു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വനമേഖല 5% വർദ്ധിച്ചു. 7.9% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതി 2012-2017. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 ഏപ്രിൽ 1 മുതൽ 2017 മാർച്ച് 31 വരെയാണ്. സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റ് ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് 12ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഫാസ്റ്റർ ഗ്രോത്ത്, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 12ാം പദ്ധതിയുടെ കരട് രേഖയിൽ 9% വളർച്ചാ നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 2012 ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതി യോഗം 8% എന്ന് പ്രഖ്യാപിച്ചു. പഞ്ചവത്സര പദ്ധതികൾ കാലഘട്ടം. 1ാം പദ്ധതി 1951 മുതൽ 56 വരെ. 1ാം പദ്ധതി 1951 മുതൽ 56 വരെ. 2ാം പദ്ധതി 56 മുതൽ 61 വരെ. 3ാം പദ്ധതി 61 to 66, 66 മുതൽ 69 വരെ വാർഷിക പദ്ധതി. 4ാം പദ്ധതി 1969 മുതൽ 74 വരെ.
അഞ്ചാം പദ്ധതി 1974 മുതൽ 79 വരെ, 79 to 80 വാർഷിക പദ്ധതി. ആറാം പദ്ധതി 1980 മുതൽ 85 വരെ. ഏഴാം പദ്ധതി 1985 മുതൽ 90 വരെ, 90 മുതൽ 92 വരെ വാർഷിക പദ്ധതി. എട്ടാം പദ്ധതി 1992 മുതൽ 97 വരെ. ഒൻപതാം പദ്ധതി 1997 മുതൽ 2002 വരെ. പത്താം പദ്ധതി 2002 മുതൽ 2007 വരെ. 11ാം പദ്ധതി 2007 മുതൽ 2012 വരെ. 12ാം പദ്ധതി 2012 മുതൽ 2017 വരെ.